വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിനായി കുമരകത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കും. മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. രാവിലെ 9 മണിക്ക് വൈക്കത്തെ നവീകരണം പൂർത്തിയായ തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും സ്റ്റാലിനും പിണറായിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. ഗോകുല്, എപ്പോഴാണ് കൂടിക്കാഴ്ച? നിർണായകമായ പല വിഷയങ്ങളും ചർച്ചയാകുമെന്ന് കരുതുന്ന കൂടിക്കാഴ്ചയാണ്. നിലവിൽ രണ്ട് മുഖ്യമന്ത്രിമാരും ഇപ്പോൾ കുമരകത്തുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി സ്റ്റാലിൻ കുമരകത്തെ ലേക്ക് റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ലേക്ക് റിസോർട്ട്. ഇന്നലെ രാത്രിയോടുകൂടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇന്നലെ രാത്രി ഇരു മുഖ്യമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല. പകരം ഇന്ന് രാവിലെ അവർ ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആ വേളയിലായിരിക്കും നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾ, ഇരു സംസ്ഥാനങ്ങളും സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ തന്നെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങും എന്നതാണ് നമുക്കിപ്പോൾ അകത്തു നിന്ന് ലഭിക്കുന്ന വിവരം. നിർണായകമായിട്ടുള്ള മുല്ലപ്പെരിയാർ വിഷയമടക്കം ഒരുപക്ഷെ ഇരു മുഖ്യമന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്തേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തോടായിട്ട് എം.കെ. സ്റ്റാലിൻ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത ദിവസം കേരളത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയുമായിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള ചർച്ചകൾ നടത്തുമെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു പക്ഷേ കേരള മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം ആ കാര്യം ചർച്ച ചെയ്യുമെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. ഒപ്പം ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറെ നാളായിട്ട് തർക്കം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഒരു തുടർ നടപടികൾ, തുടർ നിലപാടുകൾ രണ്ട് സംസ്ഥാനവും ഏത് വിധത്തിലായിരിക്കും സ്വീകരിക്കുക, ഒപ്പം ഒരു രമ്യമായിട്ടുള്ള പരിഹാരത്തിലേക്ക് ഈ വിഷയത്തിൽ ഈ തർക്കം എത്തിച്ചേരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വസ്തുതകൾ. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുങ്ങുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കും. ആ വേളയിലായിരിക്കും കൂടിക്കാഴ്ചയും ചർച്ചകളും നടക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ച ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് മന്ത്രിമാർ, തമിഴ്നാട്ടിലെയും ഒപ്പം കേരളത്തിലെ വി.എൻ. വാസവൻ അടക്കമുള്ള മന്ത്രിമാരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് മുഖ്യമന്ത്രിമാരും കോട്ടയത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. 9 മണിയോടുകൂടി രണ്ട് മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് തന്നെ കുമരകത്താണ് അവർ താമസമുള്ളത്. കുമരകത്ത് നിന്നും വൈക്കത്തേക്ക് യാത്രയാവും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാവും ഇവിടെ നിന്നും വൈക്കത്തേക്ക് പോകുന്നുണ്ടാവുക. വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ള ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടനം രണ്ട് മുഖ്യമന്ത്രിമാരും ചേർന്ന് നിർവഹിക്കും. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം വൈക്കം ബീച്ചിൽ ഒരു പൊതുസമ്മേളനം കൂടി ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ആ പൊതുസമ്മേളനം എം.കെ. സ്റ്റാലിനായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാവുക. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങിൽ, ആ പൊതുസമ്മേളനത്തിന് അധ്യക്ഷനാവും. ഒപ്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മന്ത്രിമാരടക്കമുള്ള നിരവധി പ്രമുഖർ, ഉദ്യോഗസ്ഥ വൃന്ദമടക്കമുള്ള നിരവധി പ്രമുഖർ ആ പരിപാടിയിൽ ഭാഗമാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നടക്കം DMK പ്രതിനിധികളടക്കം നിരവധി ആളുകൾ ഇതിനോടകം തന്നെ വൈക്കത്ത് ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 7000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുസമ്മേളനമായിട്ടാണ് ആ പരിപാടിയെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ രണ്ട് മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് ആണ് അങ്ങോട്ടേക്ക് പോകുന്നത്, ആ ചടങ്ങുകളിലൊക്കെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വലുതാണ്. പ്രത്യേകിച്ച് ഒരേ അല്ലെങ്കിൽ സമാന രാഷ്ട്രീയ സൗഹൃദ അന്തരീക്ഷമുള്ള രണ്ട് സംസ്ഥാനങ്ങളും രണ്ട് മുഖ്യമന്ത്രിമാരുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെയും തുടർ നിലപാടുകളിൽ, നയപരമായിട്ടുള്ള നിലപാടുകളിലടക്കം ഈ ഇന്നത്തെ കൂടിക്കാഴ്ച അതിനൊക്കെ ഒരു വേദിയാകും, അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയമാണ് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വസ്തുത. കാരണം വർഷങ്ങളായിട്ട് തർക്കം നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിനൊരു രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാനായിട്ട് സാധിക്കും. ഒപ്പം രണ്ട് സംസ്ഥാനങ്ങളും സംയുക്തമായിട്ട് ആഭിമുഖ്യം വരുത്തുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന, സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതി, ഒരു പരിപാടി, അതിന് കൃത്യമായിട്ട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അത് വരുന്ന ദിവസങ്ങളിലടക്കം അതിൻ്റെ ഒരു തുടർ ചലനങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം ഉണ്ടായേക്കാം എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ പരിപാടിക്ക് ശേഷം നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 9 മണിക്ക് ഉള്ളിൽ ആ കൂടിക്കാഴ്ചയും ചർച്ചകളും ഒക്കെ തന്നെ അവസാനിക്കും. 9 മണിയോടുകൂടി രണ്ട് മുഖ്യമന്ത്രിമാരും ഇവിടെ നിന്നും വൈക്കത്തേക്ക് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 മണിക്കാണ് വൈക്കത്ത് പൊതുസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാ എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അല്പസമയത്തിനകം ഏകദേശം 9 മണിയോടുകൂടി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശേഷം ഇത്തരത്തിൽ
9 മണിക്ക് പിന്നാലെ തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും സ്റ്റാലിനും പിണറായി വിജയനും ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വൈക്കം ബീച്ചിൽ പൊതുസമ്മേളനം ഉണ്ടാകും. ഇതിനൊക്കെ ശേഷമായിരിക്കും എം.കെ. സ്റ്റാലിൻ കോട്ടയത്ത് നിന്ന് മടങ്ങുക എന്നുള്ളതാണ് കരുതുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ് കോട്ടയത്ത് നിന്ന്.